ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് മാതാപിതാക്കൾ ഞങ്ങളോടൊക്കെ സൂചിപ്പിക്കുന്നത്. ഈ കുട്ടി നാളെ വരാനിരുന്നതാണ്. കാരണം വിഷുവിൻ്റെയൊക്കെ അവധി ആയതുകൊണ്ട് വീട്ടിലേക്ക് വരുമെന്ന് കാത്തിരിക്കുന്ന അച്ഛനും അമ്മയ്ക്കും കാണാൻ കഴിഞ്ഞ മൃതദേഹമാണ്. എന്ത് ക്രൂരതയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇത് ആത്മഹത്യയാണോ എന്ന് പോലും അവർക്ക് സംശയമുണ്ട്. അപ്പോൾ വിശദമായ ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ കാര്യങ്ങൾ പുറത്തു വരികയുള്ളൂ. വാസ്തവത്തിൽ ഇതൊരു കോളേജിൽ, കേരളത്തിലെ ഒരു കോളേജിൽ ഇങ്ങനെ ജാതി അധിക്ഷേപം നടക്കുന്നു എന്ന് പറയുന്നത് തന്നെ എത്രമാത്രം അപമാനകരമായ ഒരു സംഭവമാണ്. ഇതിൻ്റെ യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ആരും രക്ഷപ്പെടാൻ പാടില്ല. തന്നെയുമല്ല, ഈ കുട്ടി മരിച്ചിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ മൃതദേഹം കൊണ്ടുവന്നിട്ട് ആ കോളേജിൽ നിന്ന് ആരും വന്നില്ല. ഉത്തരവാദിത്തപ്പെട്ട ആരും ഇതിനെ അക്കമ്പനി ചെയ്തില്ല. വിദ്യാർത്ഥികളെ വിട്ടില്ല, അധ്യാപകരെ വിട്ടില്ല, മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ആരും വന്നില്ല. അങ്ങനെ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിന് ഒരു വിദ്യാർത്ഥിയുടെ മരണമുണ്ടായിട്ട് ഒന്നും പറയാനില്ല എന്ന് പറയുന്നത് എത്ര ക്രൂരമാണ്. ഇതുപോലൊരാൾ കഴിഞ്ഞ 2 വർഷത്തിനിടെ അവിടെ വീണ്ടും ആത്മഹത്യ ചെയ്തതായിട്ട് ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെയൊക്കെ നടക്കുന്നത്? അപ്പോൾ ഒരു കാരണവശാലും ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല. കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ശക്തമായ അന്വേഷണം നടക്കണം. യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടാൻ ഒരിക്കലും പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെല്ലാം അസംബന്ധമായ കാര്യങ്ങളാണ്. ഇപ്പം ഈ വീട്ടിൽ തന്നെ എത്ര പേര് ഇതുപോലെ ലോൺ ആപ്പിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്? കേരളത്തിൽ എത്രയോ പേരെടുക്കാറുണ്ട്. അതിൻ്റെ പേരിൽ ആരെങ്കിലും ആത്മഹത്യ ചെയ്യുമോ? അപ്പം ജാതി അധിക്ഷേപം അതൊന്നും ഒരിക്കലും കേരളത്തിൽ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല. അതാണ് ഞാൻ പറഞ്ഞത്, 2ാം രോഹിത് വെൺമൂലിയാണ് ഈ കുട്ടിയെന്ന് പറയുന്നത്. ഇതെല്ലാവരുടെയും കണ്ണ് തുറപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു പാവപ്പെട്ട കുടുംബം തൊഴിലുറപ്പിന് പോവാണ്, അമ്മ, അച്ഛൻ പെയിൻറ്റ് പണിക്ക് പോവാണ്. ഇത്രയും പാവപ്പെട്ട ഒരു വീട്ടിൽ നിന്നൊരു കുട്ടി മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് BDSന് അഡ്മിഷൻ കിട്ടിയതാണ്. തന്നെയുമല്ല, ആ കുട്ടിക്ക് വീണ്ടും നീറ്റ് എഴുതാൻ പോവാണ് MBBS കിട്ടാൻ. അങ്ങനെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തെന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ? തന്നെയല്ല, അമ്മയും അച്ഛനെയും കാണാൻ വേണ്ടി പിറ്റേ ദിവസം വരാനിരിക്കുകയാണ്. സഹോദരിമാരോട് ഈ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ കുട്ടിയെ സിക്ക് റൂമിലാണ് കിടത്തിയിരിക്കുന്നത്. ഇതൊക്കെ എത്ര അംഗീകരിക്കാൻ പറയുന്ന കാര്യമാണോ? ഇതെല്ലാം വളരെ ദുരൂഹത നിറഞ്ഞ ഒരു സംഭവമാണ് ഈ ആത്മഹത്യ എന്ന് പറയുന്നതെന്നാണ് വീട്ടുകാർ ഞങ്ങളോട് പറഞ്ഞത്. ഈ വീട്ടിൽ നിന്ന് ആളുകൾ അവിടെ പോയിട്ടും ഒരു കാര്യം അവരോട് പറയുന്നില്ല, വീട്ടുകാരോട് പറയുന്നില്ല. HODക്കെതിരായി ശക്തമായ ആക്ഷേപങ്ങൾ അവർ ഉന്നയിക്കുന്നു. അതുകൊണ്ട് ഇത് നിസ്സാരമായി തേച്ചു മായ്ച്ചു കളയാൻ കഴിയുന്ന ഒരു കാര്യമല്ല. വളരെ ഗൗരവമായി കേരളത്തിൻ്റെ പൊതുസമൂഹം ഇത് ഏറ്റെടുക്കേണ്ട ഒരു വിഷയമായിട്ടാണ് ഞാൻ കാണുന്നത്. അതെ 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 സിദ്ധാർത്ഥൻ്റെ മരണം കേരളത്തെ ഞെട്ടിച്ച സംഭവമാണ്. ഞങ്ങളൊക്കെ പൂക്കോട് വെറ്റിനറി കോളേജിൽ പോയതാണ് ആ സമയത്ത്. വാസ്തവത്തിൽ അവിടെ പിന്നീട് നടന്ന സംഭവങ്ങളൊക്കെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇവരെല്ലാം തിരിച്ചെടുക്കുക, സ്റ്റാഫിനെ തിരിച്ചെടുക്കുക, ഈ പാവപ്പെട്ട സിദ്ധാർത്ഥന് മാത്രം നീതിയില്ലാത്ത അവസ്ഥ വരിക, കോടതിയിൽ തന്നെ കോടതി പോലും ശരിയായ നിലയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ല. അതെനിക്ക് പറയേണ്ടി വന്നു, ജഡ്ജിമാർക്കെതിരെ വരെ പറയേണ്ടി വന്നു. ഈ കേസ്, സിദ്ധാർത്ഥൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ജഡ്ജിമാരെടുത്ത സമീപനം ശരിയായിരുന്നില്ല. അപ്പം അത് ആ സംഭവം നടന്ന സമാനമായൊരു സംഭവമാണ് ഇവിടെ നടക്കുന്നത്. ഈ കുട്ടിക്ക് എന്ത് പറ്റി? സാധാരണഗതിയിൽ ഒരാൾ ആത്മഹത്യ ചെയ്താൽ, ഒരു 3 അല്ല 4 കെട്ടിടത്തിൽ നിന്ന് ആത്മഹത്യ ചെയ്താൽ ഉണ്ടാകുന്ന പരിക്കുകളൊന്നും ആ കുട്ടിയുടെ ശരീരത്തില്ലെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ദുരൂഹത ആരോപിക്കപ്പെടുന്നത്. ഏതായാലും സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. ശക്തമായി തന്നെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. അതിന് ഞങ്ങൾ എല്ലാ നിയമസഹായവും ഈ കുടുംബത്തിന് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം ഞങ്ങൾ ചെയ്തു കൊടുക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.